7,000 കോടി കടത്തിൽ നിന്ന് കംബാക്ക് നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയാണ് കഫേ കോഫി ഡേ. ഐ വിൽ ടെൽ യു ദ സ്റ്റോറി ഓഫ് കഫേ കോഫി ഡേ. 1996 VG സിദ്ധാർത്ഥയാണ് കഫേ കോഫി ഡേയുടെ ഫസ്റ്റത്തെ ഔട്ട്ലെറ്റ് ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു കോഫി ഷോപ്പ് എന്നുള്ള കൺസെപ്റ്റ് അല്ലാതെ ഇന്ത്യയിലെ യൂത്തിന് ചില്ല് ചെയ്യാനും വർക്ക് ചെയ്യാനും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് എന്നതായിരുന്നു VG സിദ്ധാർത്ഥയുടെ വിഷൻ. 2011 ആയപ്പോൾ ഏകദേശം 1000 ഔട്ട്ലെറ്റ്സ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത്. 2019 ആയപ്പോൾ ഏകദേശം 1700 ഔട്ട്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാസ്റ്ററായിട്ട് എക്സ്പാൻഡ് ചെയ്തെങ്കിലും ഫാസ്റ്റർ എക്സ്പാൻഷൻ വലിയൊരു കടത്തിലോട്ട് എത്തിച്ചു. അഥവാ ഇത്രയും ഔട്ട്ലെറ്റ്സിൻ്റെ റെൻറ്റ് പേ ചെയ്യാനും എംപ്ലോയീസിൻ്റെ സാലറി പേ ചെയ്യാനും അതേപോലെ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിന് വേണ്ടി വലിയൊരു ലോൺ എടുത്തു. പക്ഷേ എല്ലാ ഔട്ട്ലെറ്റ്സും വിചാരിച്ച പോലെ പ്രോഫിറ്റബിൾ ആയില്ല. സോ ഒരു സൈഡിൽ വലിയൊരു ലോൺ എമൗണ്ട് എടുത്തു, പക്ഷേ വിചാരിച്ച പോലെ എല്ലാ ഔട്ട്ലെറ്റ്സും പ്രോഫിറ്റബിൾ ആയില്ല. മറ്റൊരു സൈഡിൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടേയിരുന്നു, അതേപോലെ തന്നെ ഓരോ ഔട്ട്ലെറ്റ്സിൻ്റെ എക്സ്പെൻസ് കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 2019 കമ്പനിക്ക് ഏകദേശം 7200 കോടി കടത്തിലെത്തി. അതേ വർഷം തന്നെ 2019 ജൂലൈ 29 VG സിദ്ധാർത്ഥ മരിച്ച നിലയിൽ കണ്ടത്. അടുത്ത വർഷം 2020 ഡിസംബറിൽ കഫേ കോഫിയുടെ പേരൻറ്റ് കമ്പനിയുള്ള കോഫി ഡേ എൻ്റർപ്രൈസ് ലിമിറ്റഡിൻ്റെ CEO ആയിട്ട് VG സിദ്ധാർത്ഥയുടെ വൈഫ് മാളവിക ഹെഡ്ജ് സ്ഥാനമേറ്റെടുത്തു. അവിടെ നിന്നാണ് കംബാക്ക് സ്റ്റാർട്ട് ചെയ്തത്. മാളവിക ഹെഡ്ജ് സ്ഥാനമേറ്റെടുത്ത് ഫസ്റ്റ് ചെയ്തൊരു ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുള്ള 25,000 എംപ്ലോയീസിനൊരു ലെറ്റർ ചെയ്ത്. ആ ഒരു ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഐ ആം ഹിയർ ടു സേവ് ദ കമ്പനി. കമ്പനിയുടെ കടങ്ങൾ കുറച്ചിട്ട് മാനേജബിൾ ലെവലിലോട്ട് എത്തിക്കും. കഫേ കോഫിയുടെ ലെഗസി കണ്ടിന്യൂ ചെയ്യുമെന്നായിരുന്നു ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. കംബാക്കിനോട് രണ്ടാം ചെയ്തായിരുന്നു പറഞ്ഞാൽ ബാങ്കുകളുമായിട്ട് റീനെഗോഷിയേറ്റ് ചെയ്തിട്ട് റീപേയ്മെൻറ്റ് സ്ട്രക്ചറിലെല്ലാം മാറ്റം വരുത്തി. 3, കമ്പനിയുടെ കടം വീട്ടുന്നതിന് വേണ്ടി കഫേ റൺ ചെയ്യാൻ ആവശ്യമില്ലാത്ത എല്ലാ അസറ്റുകളും വിറ്റിട്ട് ഏകദേശം 2700 കോടി രൂപയാണ് കടം വീട്ടാൻ അതിൽ നിന്ന് കിട്ടിയതെന്നാണ് റിപ്പോർട്ട്. 4, പ്രോഫിറ്റബിൾ അല്ലാത്ത എല്ലാ ഔട്ട്ലെറ്റ്സും ക്ലോസ് ചെയ്തു. അതിന് പകരമായിട്ട് പ്രോഫിറ്റ് വരുന്ന എല്ലാ ഔട്ട്ലെറ്റ്സിലും ഫോക്കസ് ചെയ്തു. 5, ഓഫീസുകളിലോട്ടും ഹോസ്പിറ്റലിലോട്ടും വെൻഡിങ് മെഷീൻസ് റെൻറ്റ് ചെയ്തു. ഈ ഒരു കംബാക്കിൽ നിന്ന് കഫേ കോഫിഡേക്ക് 1700 ഔട്ട്ലെറ്റ്സിൽ നിന്ന് ഇപ്പോൾ കറൻറ്റ്ലി 420 മുതൽ 470 ഔട്ട്ലെറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ 55,000 വെൻഡിങ് മെഷീൻസ് അപ്രോക്സിമേറ്റ്ലി റെൻറ്റും ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 7,000 കോടി കടത്തിൽ നിന്ന് ഇപ്പോൾ കറൻറ്റ്ലി കഫേ കോഫിഡേക്ക് ഉള്ളത് 1300 മുതൽ 1800 കോടി രൂപയാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ബിസിനസ് ആണെങ്കിലും ചില തീരുമാനങ്ങൾ ആ ഒരു ബിസിനസ്സിനെ തകർച്ചയിലോട്ട് എത്തിക്കും. അതേപോലെ തന്നെ എത്ര തകർന്നിരിക്കുകയാണെങ്കിലും ആ ഒരു തകർച്ചയിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള തെളിവ് കൂടിയാണ് കഫേ കോഫിഡേയുടെ ഈ ഒരു സ്റ്റോറി. കഫേ കോഫിഡേയുടെ കേസ് സ്റ്റഡിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് എൻ്റെ റിസർച്ചിലൂടെയാണ്. സോ ഈ ഒരു കോണ്ടന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.